ഹലോ ഫ്രണ്ട്സ്, ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ശിവരാത്രിയായിട്ട് തലേ ദിവസം ഉറക്കമുളച്ചതിൻ്റെയൊക്കെ വല്ലാത്ത ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പിന്നെ ലീവ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ നമ്മൾ ഒരുപാട് സമയം ഉറങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ബലിയൊക്കെ ഇട്ട് വന്നതിന് ശേഷം നമ്മൾ പതിവ് പോലെ തന്നെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റും കഴിഞ്ഞ് വേഗം ജോലികളൊക്കെ കഴിച്ചു. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങാനും പറ്റി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം അങ്ങനെ ഉറക്കമുളച്ചതല്ലേ, അവിടേക്ക് പോയതല്ലേ ഇവിടേക്ക് പോയതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് പോകാനായിട്ട് പറ്റില്ലായിരുന്നു കേട്ടോ. ഇനി കാണിക്കുന്നത് വൈകിട്ടത്തെ വിശേഷങ്ങളാണ്. ശിവരാത്രി അവിടെ പോയിട്ട് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന പൊരി, അതുപോലെ തന്നെ ഉഴുന്നുവട എന്ന് പറഞ്ഞാൽ ചെറിയ ഉഴുന്നുവട കേട്ടോ. ഇതാണ് എനിക്കിഷ്ടം കേട്ടോ. എനിക്ക് മാത്രമല്ല, നമ്മുടെ മൗഗ്ലിക്കുട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പൊരി അവൻ കഴിക്കില്ല, പക്ഷേ ഈ ഉഴുന്നുവട കഴിക്കും. എല്ലാ തരം ചിപ്സുകളും കഴിക്കും കേട്ടോ. ചിലത് മാത്രമാണ് അങ്ങനെ ഒന്ന് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ പൊരി ഉഴുന്നുവടയൊക്കെ കൂട്ടിയിട്ട് വൈകിട്ട് ചായ കുടിക്കാണ് കേട്ടോ. കണ്ണിനൊക്കെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഉറക്കം നിന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, വേഗം ഒന്ന് വൈകുന്നേരം ആയാൽ മതി, നമുക്ക് കിടന്നാൽ മതി എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. കണ്ണിൻ്റെ സൈഡൊക്കെ വേദന എടുക്കുക അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ കോഴിമക്കളെയൊക്കെ അഴിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിൽക്കും ഇവിടെ നിന്ന് ആലോചിക്കുക കേട്ടോ, ഈ സൈഡിലേക്ക് പോകണോ അതോ ആ സൈഡിലേക്ക് പോകണമെന്ന്. അവൻ നയിക്കുന്നതിനനുസരിച്ചാണ് ബാക്കി കോഴിമക്കൾ അവൻ്റെ പിന്നാലെ നടക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ടിപ്പറുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എവിടേക്കോ മണ്ണൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് പോകുന്നതുകൊണ്ട് നിൽക്കും ഇങ്ങനെ ചെടിയിൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ, എന്താണ് ഈ സൗണ്ട് കേൾക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയോ എന്തോ ജോലിയൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇഡ്ഡലി ഉണ്ടാക്കാം നാളെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ അരച്ചൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്രഷ് എടുത്തും കഴിഞ്ഞിട്ട് സ്റ്റൗവിൻ്റെ ആ തീ കത്തിച്ചും കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കാണിച്ചും കഴിഞ്ഞിട്ട് അതൊന്നിങ്ങനെ വളച്ചെടുക്കും കേട്ടോ. ഇത് വളച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സിങ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങനെ നമുക്ക് ഈ ബ്രഷ് ഇറക്കി കഴിഞ്ഞിട്ട് കഴുകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു വൃത്തികേടും അതിൻ്റെ ഉള്ളിലിരിക്കില്ല, നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൂപ്പൽ പോലെയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ടൊക്കെ ഇട്ട് കഴുകിയാലൊന്നും അവിടെ കറക്റ്റായിട്ട് ക്ലീൻ ആവാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ച് വാരണം. അതുപോലെ തന്നെ രാവിലെ കഴുകിയിട്ട തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതൊക്കെ മടക്കി വയ്ക്കണം. അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ എളുപ്പമൊക്കെയാണ് കേട്ടോ. പക്ഷെ മറ്റുള്ളവരെ പോലെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ട് തോന്നാം. ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പോരായ്മയില്ല, അങ്ങനെ പരാതികൾ കാര്യങ്ങളൊക്കെ തോന്നുന്നത് നമുക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടും കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ അവർക്ക് അതുണ്ട് നമുക്കിതില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിന് ബുദ്ധിമുട്ടായിട്ട് തോന്നാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങി കഴിഞ്ഞ് ജീവിക്കാൻ നോക്കുക. ആ വരുമാനം കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ ലൈഫിൽ. അല്ലാതെ എന്നും നമുക്ക് ഒരേ ലെവലിൽ തന്നെ ജീവിച്ച് പോയാൽ മതി എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കരുത്. ദൈവം അത് കേട്ടു എന്ന് വരും. അപ്പോൾ ഇനിയും മെച്ചപ്പെടണം, പുരോഗതി പ്രാപിക്കണം എന്നുള്ള ആ ഒരു വിചാരത്തിൽ ഇപ്പോൾ നമുക്ക് എത്രയാണോ സാലറി കിട്ടുന്നത് ആ സാലറി നമ്മുടെ ജീവിത ചെലവിന് തികയുന്നില്ല എങ്കിൽ കൂടുതൽ സാലറി കിട്ടുന്ന ജോലികളിലേക്ക് മാറാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പ്രത്യേക കോഴ്സോ മറ്റൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ചേഞ്ച് ചെയ്യണം. ഇനി വേറെ മേഖലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. എനിക്കറിയാവുന്ന ചിലരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊരു ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്തിട്ട് ആ കാശ് പോരാ അവരുടെ ജീവിത ചെലവിനെന്ന് മനസ്സിലാക്കിയിട്ട് അവർ 2 ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നവരുമുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാഹചര്യമാണ് എന്തൊക്കെയാണ്, എത്ര കാശ് വേണം, എങ്ങനെയുള്ള ജോലികൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഓറഞ്ചിൻ്റെ തൊലി ഒരു കുപ്പിയിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ. അതൊരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കത് എടുത്തും കഴിഞ്ഞിട്ട് ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒഴിച്ചും കഴിഞ്ഞ് കലക്കി കഴിഞ്ഞിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം, അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം കേട്ടോ. വളരെ നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തഴച്ച് വളരുകയും ചെയ്യും, അതുപോലെ പൂവിടാത്ത ചെടികളൊക്കെ പൂവിടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ചില വീടുകളിലുണ്ടല്ലോ കുടുംബനാഥന്മാർ ജോലിക്ക് പോവില്ല. അവർ ഭാര്യമാരെ ജോലിക്ക് പറഞ്ഞയച്ചും കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന ആ സാലറി വെച്ചും കഴിഞ്ഞിട്ട് അവർ ധൂർത്തടിച്ച് ജീവിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് നമ്മൾ ധൂർത്തടിക്കാനായിട്ട് ആർക്ക് തന്നെയായാലും, ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ, ആർക്കായാലും നമ്മളങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. അതിങ്ങനെ കയ്യിലേക്ക് വരാനായിട്ട് വളരെ പാടുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അതറിയുള്ളൂ അല്ലേ, വരുമാനം ഉണ്ടാക്കുന്നവർക്കാണ് അതറിയുള്ളൂ നമുക്ക് എങ്ങനെയാണ് 10 രൂപ നമുക്ക് കിട്ടുന്നതെന്ന്. നമ്മൾ വെറുതെ വീട്ടിലിരുന്നാലോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളവർ ജോലിക്ക് പോകുന്നത് നോക്കിയിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അല്ലേ. നമ്മൾ അധ്വാനിച്ച് നമുക്ക് മാസാവസാനം അല്ലെങ്കിൽ ഡെയിലി കാശ് കിട്ടുന്നതോ വീക്കെൻഡിൽ കാശ് കിട്ടുന്നതോ അങ്ങനത്തെ കയ്യിൽ വരുമ്പോൾ ഒരു സന്തോഷം നമുക്കുണ്ട്. നമ്മൾ അത്ര അധ്വാനിച്ചിട്ടാണ് ആ ജോലിയൊക്കെ ചെയ്ത് നമുക്ക് ഈ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അത് ചിലവഴിക്കാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അല്ലേ. അവർക്കതൊരു പ്രയാസമാണ്. കാരണം അതിൻ്റെ കഷ്ടപ്പാട് അവർക്കറിയാം. പക്ഷേ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ വരുമാനം അവരുടെ കയ്യിലേക്ക് കൊടുത്തു നോക്കുമോ, അവർക്ക് ചിലപ്പോൾ അതിൻ്റെ വില അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർ ലാവിഷായിട്ട് ചിലവഴിച്ചു എന്ന് വരാം. അപ്പോൾ നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് എന്തായാലും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഏത് മേഖലയിലായിക്കോട്ടെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഓരോ ജോലിക്കും. അതുകൊണ്ട് നമ്മൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശ് നമ്മൾ ധൂർത്തടിക്കാതെ ഒരു ഭാഗം സേവ് ചെയ്ത് വെക്കാനായിട്ട് എന്തായാലും എല്ലാവരും ശ്രമിക്കണം. കാരണം നമുക്ക് നാളെ എന്ന് പറയുന്ന ദിവസം ജോലി ചെയ്യാൻ വയ്യായ്ക ഉണ്ടായാൽ നമ്മൾക്ക് വയ്യായ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ജോലിക്ക് പോകാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ ഇന്നലെ വരെ ജോലിക്ക് പോയിട്ട് നമ്മുടെ കയ്യിൽ ഒറ്റ കാശില്ലേ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും അല്ലേ. മറ്റുള്ളവർ ചോദിക്കുന്നതല്ല, നമുക്ക് പോലും അങ്ങനെ തോന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ ഒരു പ്രതിസന്ധി മനസ്സിൽ കണ്ടിട്ട് കുറച്ച് കാശ് നമ്മൾ സേവ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ സേവ് ചെയ്തിരിക്കുന്ന ആ കാശിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷമാണ് തോന്നുക അല്ലേ. ഞാൻ ജോലി ചെയ്തും കഴിഞ്ഞിട്ട് കുറച്ച് കാശ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് തന്നെ വളരെ ഒരു സന്തോഷമാണ് ഉണ്ടാവുക. അങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ് കൊണ്ട് ഇന്ന ഒരു കാര്യം ഞാൻ നേടാൻ വേണ്ടിയിട്ടാണ്, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്, അത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാശ് മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ആ കാശെടുത്ത് നമ്മൾ ചിലവഴിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് നല്ല പ്ലാൻഡായിട്ട് നല്ല രീതിക്ക് നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വളരെ സന്തോഷമായിരിക്കും വന്നെന്ന് അറിയാം. അല്ലാതെ നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്ന കാര്യത്തിനാണ്, പക്ഷെ അടുത്ത വീട്ടിലെ ആൾക്കാർ ഇതേ സമയത്ത് തന്നെ എന്തെങ്കിലും വേറൊരു സാധനം വാങ്ങുന്നത് കാണുമ്പോൾ എന്നാൽ ഞാനും അതുപോലെ തന്നെ ഈ മാറ്റി വെച്ചിരിക്കുന്ന കാശെടുത്ത് വാങ്ങിക്കോട്ടെ അങ്ങനെ നമ്മുടെ മനസ്സിന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഫ്ലോപ്പാവും കേട്ടോ. നമ്മളുടെ ഒരു ദൃഢനിശ്ചയമുണ്ട്, അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാനായിട്ട് പാടില്ല കേട്ടോ. നമ്മളങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ആ കാശ് അതിനു വേണ്ടി മാത്രം നമ്മൾ ചിലവഴിക്കാനായിട്ട് ശ്രമിക്കണം. മറ്റുള്ളവരുടെ ജീവിതം നോക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതുപോലെ ആവാമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാലത്തും മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കാനാണ് മനുഷ്യന്മാർ ജീവിതത്തിൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാനും കാശ് സമ്പാദിക്കാനും അത് ചിലവഴിക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ്, കായ, സവാള അതൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇതിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൗഗ്ലിക്കുട്ടനൊക്കെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ തിന്നില്ല കേട്ടോ. അപ്പോൾ ദോശ നെയ്യ് പുരട്ടിയിട്ട് ചുട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അതുകൊണ്ട് തന്നെ അവന് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി അതുപോലെ ഇന്നതാണ് കറി വെക്കാമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും തന്നെ സമയം പാഴായി പോവില്ല. നമ്മുടെ ആ പ്ലാനിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം കൂടുതൽ കിട്ടുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് പോലും നമ്മൾ ജനൽ തുറന്ന് നോക്കുമ്പോൾ നേരമൊന്നും വെളുത്തിട്ടില്ല. അപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ ഒരുപാട് ജോലികളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് അത് ആലോചിക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല രീതിക്ക് തന്നെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. വെജിറ്റബിൾ കറിയാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇരുട്ടൊക്കെ ഒന്ന് മാറി വരുന്ന ആ സമയത്ത് നമുക്ക്
മുറ്റമൊക്കെ അടിക്കണം. അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മുടെ കിച്ചണിലെ ഒരുവിധം ജോലികളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞ് മുറ്റം അടിക്കുക, അതുപോലെ തന്നെ കോഴിമക്കൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുക, അതുപോലെ പൂച്ച കുട്ടികൾക്കാണെങ്കിലും തീറ്റയൊക്കെ വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ വേഗം പോയി കഴിഞ്ഞ് കുളിച്ചൊക്കെ വരും. എന്നിട്ട് പിന്നെ ഈ കോഴിക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ പൂക്കളൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് ദേവീദേവന്മാർക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. കറി തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ കുടിക്കാനുള്ള വെള്ളവും നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനായാലും നമുക്ക് ഈ കറി ഉപയോഗിക്കാം. ഇനി വേണമെങ്കിൽ നമുക്കൊരു ഉപ്പേരിക്കറിയും കൂടി ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഓംലെറ്റോ പപ്പടം വറുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസത്തെ ജോലികളൊക്കെ ഈ രാവിലെ തന്നെ നമുക്ക് കഴിയും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇന്ന ടൈമിൽ ജോലികളൊക്കെ തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണല്ലേ നേരം വെളുത്ത് വരുന്ന ആ ഒരു സമയം ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നിൽക്കണമെങ്കിൽ തന്നെ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ ഒരുവിധം ജോലി കഴിച്ചു വെച്ചെങ്കിലാണ് ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ ലൈഫ് നല്ല സന്തോഷപ്രദമാക്കാനായിട്ട് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ. നമ്മുടെ നിക്കുമോൻ അരി തിന്നുന്നത് നോക്കിയിരിക്കുകയാണ് മൗഗ്ലിക്കുട്ടനും റിയയുടെ കൊച്ചും കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിരുന്ന അവർ കൊതി ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് രമേശ് ഏട്ടൻ എഴുന്നേറ്റ് വന്നത്. അപ്പോഴേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ പൂക്കളൊക്കെ പറിച്ച് ദൈവങ്ങൾക്ക് വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറ്റാനായിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂക്കളൊക്കെ വെച്ചും കഴിഞ്ഞ് നമ്മൾ അർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.